മഗ്ഫിറത്തിൽ നിന്ന് ഞാനും നിങ്ങളും തടയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ചില പ്രവർത്തനങ്ങൾ നമ്മളിൽ വന്നുപോയാൽ പിന്നെ അള്ളാഹ് നമുക്ക് പുറത്തു തരൂല. മഗ്ഫിറത്ത് നമുക്ക് തടയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്നും വളരെ ഗൗരവത്തോടെ നമ്മൾ വിട്ടുനിൽക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അൽ ഇശ്റാഖു ബില്ലാഹ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ എത്ര ഇസ്തിഗ്ഫാർ നടത്തിയിട്ടും ആ ഇസ്തിഗ്ഫാർ അവന്റെ ശിർക്കിൽ നിന്നുള്ള ഇസ്തിഗ്ഫാർ ആയിട്ടില്ലെങ്കിൽ അവൻ അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതിൽ താഴെയുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം. ശിർക്ക് ഒരിക്കലും തൗബ ചെയ്യാതെ ഒരാൾ മരിച്ചു പോയാൽ ശിർക്ക് ഒരിക്കലും അല്ലാഹു പൊറുക്കുകയില്ല. മാത്രമല്ല, ശിർക്ക് ചെയ്തവന്റെ നിസ്കാരം ആർക്ക് വേണം? ശിർക്ക് ചെയ്തവന്റെ നോമ്പ് എന്തുകൊണ്ട് എന്ത് കാര്യം? അവനെടുത്ത ഉളു ആർക്ക് വേണം? അവന്റെ സുന്നത്ത് നിസ്കാരങ്ങൾ ആർക്ക് വേണം? അവന്റെ നോമ്പ് ആർക്ക് വേണം? അവന്റെ ഒരു കർമ്മത്തിനും വിലയില്ലെന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ പ്രവാചകരെ, താങ്കൾക്ക് ഇതാ നാം ബോധനം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരായ പ്രവാചകന്മാർക്കും നാം വഹീ കൊടുത്തിട്ടുണ്ട്. എന്ത്? ലഇൻ അശ്റക്ത, നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ പരാജിതരുടെ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആയിത്തീരുക തന്നെ ചെയ്യുമെന്ന് ലോകം കണ്ട മഹാന്മാരോട് അല്ലാഹു പറയുന്നുവെങ്കിൽ മഹാന്മാരിൽ നിന്ന് മഹാപാതകം വരില്ല. കാരണം അവര് പ്രവാചകന്മാരാണ്. മഹാന്മാരായ പ്രവാചകന്മാരിൽ നിന്ന് ശിർക്ക് വരില്ല. പക്ഷേ എന്നിട്ട് പോലും റബ്ബ് അവരോട് പറയുന്നത് നമ്മെ അറിയിക്കാനാണ്. വലിയ 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 മഹത്തുക്കളിൽ നിന്ന് പോലും സംഭവിച്ചാൽ പൊറുക്കൂലെന്ന് പറഞ്ഞ മഹാപാതകമായ ശിർക്ക് ആയിരക്കണക്കിന് പാപങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാധുവായ എന്നിൽ നിന്നെങ്ങാനും വന്നു പോയാൽ എന്റെ കാര്യം എത്ര ദയനീയമായിരിക്കുമെന്ന് ഞാനും നിങ്ങളും ഓർക്കാൻ വേണ്ടിയാണ് മഹത്തുക്കളായ പ്രവാചകന്മാരോട് വരെ റബ്ബ് പൊറുക്കൂല, നഷ്ടപ്പെടും, അമല് പൊളിഞ്ഞു പോകും എന്ന മുന്നറിയിപ്പ് അള്ളാഹു നൽകിയത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ വ്യക്തി വിദ്വേഷം പരസ്പരം വെച്ച് പുലർത്തുന്നവർക്കും പാപമോചനത്തിൽ നിന്ന് തടസ്സമുണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എല്ലാ തിങ്കളും വ്യാഴവും സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് അന്നത്തെ ദിവസം അള്ളാഹു എല്ലാ മുസ്ലിമീങ്ങൾക്കും പുറത്തു കൊടുക്കും. ആർക്കൊക്കെ? അള്ളാഹുവിൽ ഒരിക്കലും പങ്കുചേർത്തിട്ടില്ലാത്ത സർവ്വ മുസ്ലിമിനും അള്ളാഹു പുറത്തു കൊടുക്കും. അതോടൊപ്പം പറഞ്ഞൊരു കാര്യം, ഇല്ലാ റജുലൻ കാനത് ബൈനഹു വബൈന അഖീഹി ശഹ്നാ, തന്റെയും തന്റെ മുസ്ലിം സഹോദരന്റെയും ഇടക്ക് പകയുണ്ട്, വിദ്വേഷമുണ്ട്. വ്യക്തിപരമായ വിദ്വേഷം കൊണ്ട് പതഞ്ഞനെന്ന് പരസ്പരം അവർ പോരടിച്ച് വിട്ടു നിൽക്കുകയാണ്, തെറ്റിപ്പിണങ്ങി നിൽക്കുകയാണ്. അവരുടെ പാപങ്ങൾ പൊറുക്കൂല. അല്ലാഹു തആല മലക്കുകളോട് പറയും, ഇവരുടെ രണ്ടാളുടെയും കാര്യമൊന്ന് കാത്തുവെക്കൂ, പാർത്തുവെക്കൂ, പ്രതീക്ഷിച്ചിരിക്കൂ, അവർ നന്നാകുമോ എന്ന് നോക്കട്ടെ. അൻളിറൂ ഹാദൈനി ഹത്താ യസ്തലിഹ, അൻളിറൂ ഹാദൈനി ഹത്താ യസ്തലിഹ, അൻളിറൂ ഹാദൈനി ഹത്താ യസ്തലിഹ. 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ സുൽഹാകുമോ നോക്കട്ടെ. ആ നിലക്ക് സുൽഹാവാതിരിക്കുന്നിടത്തോളം പാപമോചനത്തിന് തടസ്സം സൃഷ്ടിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. 3ാമത്തെ കാര്യം, ദീനിൽ ബിദ്അത്തുകൾ ഉണ്ടാക്കുന്നവൻ, ദീനിൽ അനാചാരങ്ങളും പുതിയ വിശ്വാസങ്ങളും പുതിയ സമ്പ്രദായങ്ങളും കൊണ്ടുവരുന്നവന്റെയും പാപം പൊറുക്കാതെയായി പോകും. അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണാം, ഇന്നല്ലാഹ ഹജസ ഔ ഖാല ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ, ബിദ്അത്ത് ചെയ്യുന്ന പുത്തൻവാദികളുടെ തൗബ സ്വീകരിക്കപ്പെടാതെ കിടക്കും. എന്താ കാരണം? അവൻ ചെയ്യുന്ന മറ്റു പാപങ്ങളൊക്കെ അവൻ പാപങ്ങളായിട്ട് കാണുള്ളൂ. ഈ ബിദ്അത്തിനെ അവൻ പാപമായിട്ട് കാണുന്നില്ല. അവനത് വലിയ സൽക്കർമ്മമായിട്ട് കാണുന്നു. ഞാൻ നോമ്പെടുത്തിക്കല്ലേ, ഞാൻ നിസ്കരിച്ചതല്ലേ, ഞാൻ ഒരുപാട് നല്ല കാര്യം ചെയ്തില്ലേ, അവൻ നല്ലത് ചെയ്യാനാണ് അവൻ വിചാരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ അവൻ പശ്ചാത്തപിക്കുന്ന പ്രശ്നമല്ല. അവൻ കൂടുതൽ ഉന്മേഷത്തിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം അത് തെറ്റാന്ന് അവന് തോന്നിയിട്ടില്ല, നല്ലതാണ് അവൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അവൻ തൗബ ചെയ്യുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. അങ്ങനെയുള്ള ബിദ്അത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നവന്റെ മറ്റു പാപങ്ങൾ പൊറുക്കപ്പെടാൻ സാധ്യതകൾ വിരളമാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള റിപ്പോർട്ട്. 4ാമതായി, നമ്മുടെ പാപമോചനത്തിന്റെ പ്രാർത്ഥനകൾ അടക്കമുള്ള പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാതെ പോകാനുള്ള കാരണം അക്കലിൽ മാലിൽ ഹറാം, ഹറാമായ മുതൽ തിന്ന് ജീവിക്കലാണ്.
ഹറാമിലൂടെ സമ്പാദിച്ച മുതൽ ഹറാമ് തിന്ന് ജീവിക്കുന്ന മനുഷ്യൻ അവൻ ആകാശത്തേക്ക് കൈയുയർത്തിക്കൊണ്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് എത്ര തവണ പറഞ്ഞാലും അവൻ കഴിച്ച ഭക്ഷണം ഹറാമാണ്, കുടിച്ച വെള്ളം ഹറാമാണ്, അവന്റെ ഡ്രസ്സ് ഹറാമാണ്, അവന്റെ ജീവിതത്തിന്റെ എല്ലാം ഹറാമാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, അവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഗ്ഫിറത്തിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നാളുകളാണ് ഇപ്പോഴും ഇനിയും നമ്മിലേക്ക് കടന്നു വരാനുള്ളത്. റമദാനും വരുന്നു. നമ്മുടെ പാപമോചന പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് തള്ളപ്പെടുവാനുള്ള ദുരന്തങ്ങളും തള്ളപ്പെടുന്നതിനുള്ള നിമിത്തങ്ങളും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. പാപമോചനത്തിന് ഉതകുന്ന സൽക്കർമ്മങ്ങളിൽ ആവേശമുള്ളവരായി വർദ്ധിപ്പിക്കുക, പാപമോചനത്തിന് തടസ്സമായി തീരുന്ന ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ വളരെയേറെ പാപങ്ങൾ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയവരാണ്. അല്ലാഹു നമുക്കെല്ലാം പുറത്തു തന്നുകൊണ്ട് അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.